നല്ല ചിന്തകൾ നാം മനസ്സിൽ ഉദിപ്പിക്കുമ്പോഴും, നല്ല സംസാരത്തിൽ ഏർപ്പെടുമ്പോഴും, നല്ല സംഭാഷണം നടത്തുമ്പോഴും, നല്ല വായന നടത്തുമ്പോഴും, ചിലപ്പോഴെങ്കിലുമൊക്കെ നിശബ്ദതയുടെ ആഴത്തിലേക്ക് പോയി അവനവനെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോഴുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരുത്താൻ കഴിയും. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ ശുഭദിന ചിന്തകളുടെയൊക്കെ ഉദ്ദേശം തന്നെ. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഒരുപാട് ഇപ്രകാരമുള്ള ചിന്തകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, അന്വേഷിച്ച് ചെന്നാൽ. പക്ഷെ ആ കൂട്ടത്തെക്കൂട്ട് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ കിട്ടും. അങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ കിട്ടിയതിൻ്റെ പേരിലാണെന്ന് പല തട്ടിപ്പുകളും അതിന് ഇരയായവരുടെ കഥകളൊക്കെ പുറത്തു വരുന്നത്, അനുഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്തുമാവട്ടെ, മനസ്സിനൊരു ഉന്മേഷം നൽകുക എന്നുള്ളതാണ് എല്ലാ ചിന്തയുടെ ഉദ്ദേശം. മനസ്സ് ഒരു ജീവനുള്ള ഒരു അവയവമാണ് എന്ന് തിരിച്ചറിയുന്ന നല്ലതാണ്. അതിന് തളരാൻ കഴിയും, അതിന് ശക്തമാവാൻ കഴിയും. മനസ്സ് തളർന്നാൽ നമ്മുടെ ജീവിതം പോക്കായി. മനസ്സ് തകർന്നാലും ജീവിതത്തിന് ആഘാതമാകും. മനസ്സ് ഉണർന്നാലോ ജീവിതം സുഖകരമാകും. കാരണം ഉണർന്ന മനസ്സിന് മാത്രമേ ഉയർന്ന ചിന്തകൾ നൽകാൻ കഴിയുള്ളൂ. ഉയർന്ന ചിന്തകൾ മാത്രമേ മനുഷ്യനെ നന്മയിലേക്കും ശുഭമായ ഒരു പാതയിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കൊണ്ടു നടക്കാൻ കഴിയും. അപ്പം അങ്ങനെ മനസ്സിനെ ഉണർത്താൻ കഴിയുന്ന സച്ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് സഹായകമാകുന്നത്. ഇപ്പം മനസ്സ് തളരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ റിക്കി റോജേഴ്സ് എന്ന് പറയുന്നൊരു അമേരിക്കൻ എഴുത്തുകാരിയുണ്ട്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, ഇങ്ങനെ ഒരു സോഷ്യൽ വർക്കറാണ്. അവരുടെ ഇതൊക്കെ ഈ കാലഘട്ടത്തിലെ ആളുകളാണ്. അവരുടെ ഒരു അഭിപ്രായത്തിൽ സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം വാട്ട് യു ക്യാൻ ഡു, ഇറ്റ് ആക്ച്വലി comes from overcoming what you once thought you couldn't do. നമ്മൾ ശക്തി സംഭരിക്കുന്നത്, അല്ലെങ്കിൽ ശക്തി നമ്മൾ നിറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെയ്യാൻ കഴിയില്ല എന്ന ഒരു കാലഘട്ടത്തിൽ മനസ്സിൽ തോന്നിയിരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ആ സിറ്റുവേഷനെ നമ്മൾ അതിജീവിക്കുകയും ചെയ്യുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഓരോ തവണ നമ്മൾ അതിജീവിക്കുമ്പോഴും നമ്മളിങ്ങനെ ശക്തി കൊണ്ട് നിറയുകയാണ് ഓരോ സാഹചര്യങ്ങളെയും. നമുക്ക് വിപരീത അനുഭവങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളോ ഒക്കെ ഒരുപക്ഷെ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായെന്ന് വരും. പക്ഷെ അവയാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതെങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അവ തെറ്റാണ് അല്ലെങ്കിൽ അവ നന്മയിലേക്ക് നയിക്കില്ല, അപ്പോൾ അവയിൽ നിന്നും മാറണം, അവ ഇനി ആവർത്തിക്കരുത്, അപ്പോൾ തന്നെ വലിയൊരു ശക്തിയായി. രണ്ട്, അവ ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു മുൻകരുതൽ നമ്മൾ നമ്മുടെ മനസ്സിലെടുക്കും, അത് രണ്ടാമത്തെ ശക്തിയായി. മൂന്ന്, ഓരോ തവണയും നമ്മൾ അങ്ങനെയുള്ള ഒരു തലങ്ങളിലേക്കോ അനുഭവങ്ങളിലേക്കോ വഴുതി വീഴാനെങ്കിലും സാധ്യതയുള്ളപ്പോൾ മനസ്സൊരു ഓർമ്മപ്പെടുത്തൽ തരും, അന്ന് അങ്ങനെ പോയപ്പോഴാണ് അത് സംഭവിച്ചത്, അതുകൊണ്ട് പ്ലീസ് അവോയ്ഡ്. ആ ഒരു ഇന്നർ വോയിസ് മനസ്സിൽ നിന്നുകൊണ്ടിരിക്കും. ഒരിക്കൽ നിങ്ങൾക്ക് ഈ തെറ്റ് പറ്റിയതാണ്, അന്ന് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്, വീണ്ടും അത് ആവർത്തിക്കരുത്. അതൊരു മുന്നറിയിപ്പാണ് മനസ്സ് തരുന്നത്. ഉണർവുള്ള മനസ്സിന് മാത്രമേ അപ്രകാരമുള്ള ഓർമ്മപ്പെടുത്താൻ തരാൻ സാധിക്കുകയുള്ളൂ. ആ ഉണർവുള്ള മനസ്സ് കൊണ്ട് നടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വിജയം. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഓരോ ദുരനുഭവങ്ങളും, നമ്മുടെ ഓരോ വിപരീത അനുഭവങ്ങളും ഒക്കെ, അഡ്വേഴ്സിറ്റി, അതെല്ലാം നമ്മെ ശക്തിപ്പെടുത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ചാലക ശക്തികളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ പരാജയം എന്ന് പറയേണ്ടി വരില്ല. കാരണം അവയെല്ലാം വിജയത്തിലേക്കുള്ള കുതിപ്പുകൾ തന്നെയായിരുന്നു. അവ എന്നെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നയിക്കും.